എല്ലാവർക്കും തുരങ്കപാതയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പണി നടക്കുന്ന സ്ഥലത്തേക്ക് പോകുവാനുള്ള വഴി. പണി കഴിഞ്ഞ ചെക്ക് പോസ്റ്റും അനുബന്ധ കെട്ടിടങ്ങളും. ഈ ചെക്ക് പോസ്റ്റിന്റെ അപ്പുറത്തേക്ക് പൊതുജനങ്ങളെ കിടത്തി വിടുന്നില്ല. പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പാലം. പാലത്തിന്റെ പണി 90% തീർന്നു. ഏകദേശം 3 മാസത്തിന്റെ ഉള്ളിലാണ് പാലത്തിന്റെ പണി ഇതുവരെ ആയത്. നല്ല സ്പീഡിലാണ് പാലത്തിന്റെ പണി നടക്കുന്നത്. തുരങ്കപാതയുടെ പണിയും വേഗത്തിലാണ് നടക്കുന്നത്. ആദ്യത്തെ തുരങ്കം ഏകദേശം 50 മീറ്ററിൽ കൂടുതൽ ഉള്ളിലോട്ട് തുറന്നു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത്. രണ്ടാമത്തെ തുരങ്കത്തിന്റെ പണിയും തുടങ്ങി. ഈ കാണുന്നത് അലേർട്ട് സൈറണും ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനും ആണ്. തുരങ്കത്തിനുള്ളിൽ ഒരു നിയന്ത്രിത സ്ഫോടനത്തിന് തൊട്ടുമുമ്പ് ഉച്ചത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകുക, കാറ്റ്, കനത്ത മഴ, മൈക്രോക്ലൈമറ്റ് ഷിഫ്റ്റുകൾ എന്നിവ നിരന്തരം നിരീക്ഷിക്കുക. ആ സെൻസിറ്റീവ് ഭൂപ്രദേശത്ത് മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ കാലാവസ്ഥാ അപകടങ്ങളെക്കുറിച്ച് എഞ്ചിനീയർമാർക്ക് മുന്നറിയിപ്പ് നൽകുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ജോലികൾ. ഇത് പുതിയ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ സൈറ്റാണ്. ഇവിടെ വെച്ച് മെയിൻ പാലം നിർമ്മിക്കുന്നത്. അതിനുശേഷം ഇവിടെ നിന്ന് പുഴയ്ക്ക് കുറുകെ അസംബിൾ ചെയ്യുന്നു. തുരങ്കപാതയിലേക്ക് പോകുന്ന റോഡിന്റെ പണി പുരോഗമിക്കുന്നു. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക.